വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ബയോളജി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ MCQ സെക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി റീപ്രൊഡക്റ്റീവ് ബയോളജി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് MCQ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്വയം ആൻസർ പറയാൻ നോക്കുക, ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ ആൻസർ കീ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, ദ മീസോമെട്രിയം ഈസ് പാർട്ട് ഓഫ്. മീസോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചുകൂടി +2 കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒവേറിയൻ ലിഗമെന്റ് ആണോ, ബ്രോഡ് ലിഗമെന്റ് ആണോ, സസ്പെൻസറി ലിഗമെന്റ് ആണോ, അതോ റൗണ്ട് ലിഗമെന്റ് ആണോ? ഇതിൽ നമുക്ക് ഒവേറിയൻ ലിഗമെന്റിനെ കുറിച്ച് നമുക്കറിയാം ഇല്ലേ? ഹയർ സെക്കൻഡറി ലെവലിൽ ഒവേറിയൻ ലിഗമെന്റ്സിനെ പറ്റി അറിയാം. ഒവേറിയൻ ലിഗമെന്റ് എന്ന് പറയുന്നത് ഓവറിയും യൂട്രസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇൻവേർട്ടഡ് പിയർ ഷേപ്പിലുള്ള ഓവറിയിൽ, ഞാൻ പടം വരയ്ക്കാൻ ഇച്ചിരി മോശമാണ്, അത് നമ്മുടെ ഓവറിയും അതേപോലെ നമ്മുടെ യൂട്രസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലിഗമെന്റ് ആണ് നമ്മുടെ ഒവേറിയൻ ലിഗമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ മീസോമെട്രിയം എന്ന് പറയുന്ന നമ്മുടെ ബ്രോഡ് ലിഗമെന്റിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വരും. ഇത് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളങ്ങ് കുഴപ്പമില്ല, അത് ചെയ്തു പോവുക. എന്തായാലും നമ്മളൊരു എക്സ്ട്രാ കാര്യം കേൾക്കുന്നത് നമുക്ക് നല്ലതായിരിക്കുമല്ലോ. അപ്പം ബ്രോഡ് ലിഗമെന്റിന്റെ ഭാഗമാണ് മീസോമെട്രിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. ഇവിടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഒവേറിയൻ ലിഗമെന്റിന്റെ ഭാഗമല്ല. ഇറ്റ് കണക്ട്സ് ഓവറി ടു യൂട്രസ്. ഇറ്റ് ഈസ് നോട്ട് എ പെരിറ്റോണിയൽ ഫോൾഡ് ലൈക്ക് മീസോമെട്രിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതെന്താണ്? ഒവേറിയൻ ലിഗമെന്റ്, റോഡ് ലിഗമെന്റിന്റെ ഭാഗമാണ് നമ്മുടെ മീസോമെട്രിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാപ്പിനിഫോം പ്ലെക്സസ് ഹെൽപ്പിംഗ്. പാപ്പിനിഫോം പ്ലെക്സസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേംസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിസ് വരുന്നുണ്ട് അല്ലേ? ടെസ്റ്റിസിനകത്ത് നിന്ന് നമ്മുടെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ പാപ്പിനിഫോം അല്ലെങ്കിൽ പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് ആണ്. എന്താണ്? നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് സറൗണ്ടിങ് ടെസ്റ്റിക്കുലാർ ആർട്ടറി. നമ്മുടെ ടെസ്റ്റിസിനെ കവർ ചെയ്ത് വരുന്ന ടെസ്റ്റിക്കുലാർ ആർട്ടറിയെ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ ആർട്ടറിയുടെ സറൗണ്ടിങ്സിൽ വരുന്ന ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് വെയിൻസിനെ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ ഒരു നെറ്റ്വർക്ക് ഓഫ് വെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഈ സൈഡിലാണ് എഴുതാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പം പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് ആണ്. നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് എവിടെ കാണുന്നു? നമ്മുടെ ടെസ്റ്റിക്കുലർ ആർട്ടറിയെ സറൗണ്ട് ചെയ്ത് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ പാപ്പിനിഫോം പ്ലെക്സസ് കാണുന്നത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിക്കുലർ അല്ലെങ്കിൽ ടെസ്റ്റിസ് കാണുന്നത് എവിടെയാണ്? ടെസ്റ്റിസ് കാണുന്ന ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിലാണ് അല്ലേ? ആ ബാഗ് ലൈക്ക് സ്ട്രക്ചറിനുള്ളിൽ ടെസ്റ്റിസ് കാണപ്പെടുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും? ബാഗ് ലൈക്ക് സ്ട്രക്ചറിനുള്ളിൽ കാണപ്പെടുന്നതിന്, ബാഗ് ലൈക്ക് സ്ട്രക്ചറിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എങ്കിൽ മാത്രമേ മാക്സിമം സ്പേം പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ മാക്സിമം സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അഡാപ്റ്റേഷനാണ് നമ്മുടെ പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ എന്തിനാണ്? ടെസ്റ്റിക്കുലാർ ആർട്ടറിക്ക് ചുറ്റും കാണുന്ന, ടെസ്റ്റിക്കുലാർ ആർട്ടറിക്ക് ചുറ്റും കാണപ്പെടുന്ന നെറ്റ്വർക്ക് ഓഫ് വെയിൻസിനെയാണ് നമ്മൾ പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറയുന്നത്. ഹോർമോൺ സെക്രീഷന് വേണ്ടിയിട്ടല്ല. ഹോർമോൺ സെക്രീഷന് വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഹോർമോൺ സെക്രീഷന് വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ ലൈഡിങ് സെൽസ് ആണ് അല്ലേ? ലൈഡിങ് സെൽസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇനി ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇറ്റ് കൂൾസ് ആർട്ടീരിയൽ ബ്ലഡ് ബിഫോർ റീച്ചിങ് ടെസ്റ്റിസ്, മെയിൻറ്റെയിനിങ് 2 to 3 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചർ ഫോർ സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിന് നമ്മുടെ ബോഡി നോർമൽ മെയിൽസിൻ്റെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആണെങ്കിൽ മാത്രമാണ് മാക്സിമം സ്പേം പ്രൊഡക്ഷൻ നടക്കുക. ഇനി അടുത്ത് എന്തായിരുന്നു? സ്പേം സ്റ്റോറേജ്. സ്പേം സ്റ്റോറേജ് ഇതല്ല. സ്പേം സ്റ്റോറേജിന് എപ്പിഡിഡൈമിസ് ആണ് നമ്മുടെ സ്പേമിൻ്റെ സ്റ്റോറേജ് വരുന്നത്. പിന്നീട് അത് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് പോയിട്ടാണ് ഇജാക്കുലേഷൻ നടക്കുന്നത് ഇല്ലേ? അതേപോലെ സ്പേം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ആരാണ്? വാസ് ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? ടെസ്റ്റിസിനുള്ളിൽ
എന്ത് ചെയ്യുന്നു, ടെസ്റ്റിസിനുള്ളിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ സ്പേം പ്രൊഡക്ഷൻ നടന്നിട്ട് ഇതാണ് നമ്മുടെ എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പററി സ്റ്റോർ ചെയ്യുകയും പിന്നീട് വാസ് ഡിഫറൻസ് വഴി നമ്മുടെ ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പാപ്പിനിഫോം പ്ലെക്സസ് ആണ്. പാപ്പിനിഫോം പ്ലെക്സസ് നമ്മുടെ മെയിൽസിലെ സ്പേം പ്രൊഡക്ഷൻ മാക്സിമം ആക്കാൻ 2 to 2.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ബോഡി ടെമ്പറേച്ചർ അല്ല, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് പാപ്പിനിഫോം പ്ലെക്സസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിന് ഓപ്ഷൻസ് ഇടാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അസേർഷൻ റീസൺ. സെർട്ടോളി സെൽസ് ആർ നെർവ് സെൽസ്. സെർട്ടോളി സെൽസ് നെർവ് സെൽസ് ആണോ? സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കാണുന്ന സെൽസ് ആണ്? സെർട്ടോളി സെൽസ് നമ്മുടെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനുള്ളിൽ കാണപ്പെടുന്ന എന്നുണ്ട് നമ്മുടെ അതിൻ്റെ പേര് മറന്നുപോയല്ലോ, സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണപ്പെടുന്ന 2 ടൈപ്പ് സെൽസ് ഉണ്ട് അല്ലേ? ഏറ്റവും പുറമേയുള്ള ആ സെൽസിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പേം മദർ സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്ന് പറയില്ലേ? ഇവിടെ ഇതിന് സ്പേം മദർ സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്ന് പറയും. ഇനി ഇവിടെ കാണുന്ന വേറൊരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത്. ഈ സെർട്ടോളി സെൽസ് എന്ത് ചെയ്യും? സ്പേം മദർ സെൽസിൽ നിന്നും മിയോസിസ് നടന്നിട്ട് ഉണ്ടാകുന്ന സ്പേംസ് ഉണ്ട് അല്ലേ? ഈ സ്പേംസ് കുറച്ച് കഴിഞ്ഞ് സ്പെർമാറ്റിഡ്സ് അല്ലെങ്കിൽ സ്പേംസ് ആയി മാറുന്നതിന് മുമ്പ് സ്പെർമാറ്റിഡ് ആവും. ഈ സ്പെർമാറ്റിഡ് വന്ന് ഹെഡ് എംബഡഡ് ആക്കി വെച്ചിരിക്കുന്ന സെൽസിനെയാണ് സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത്. ഇതാണ് നഴ്സിംഗ് സെൽസ് എന്ന് പറയുന്നത്. സോ ദേ പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് റെഗുലേറ്ററി സിഗ്നൽസ്. കറക്റ്റ് അല്ലേ? അവരാണ് നമ്മുടെ ഡെവലപ്പിംഗ് സ്പെർമാറ്റിഡിന് ന്യൂട്രീഷൻ കൊടുക്കുന്ന ആൾക്കാർ. സോ നമുക്ക് രണ്ടും കറക്റ്റ് ആണെന്ന് പറയല്ലേ? ഇവിടെ ഓപ്ഷൻസ് ഇടാൻ മറന്നുപോയി. എന്താണ് നമ്മുടെ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഇടാൻ മറന്നുപോയതാണ്. ഓപ്ഷൻസ് കറക്റ്റായിട്ട് വരുന്ന എ ആയിരുന്നു. അസേർഷൻ 2 ആണ്. സെർട്ടോളി സെൽ സപ്പോർട്ട് ഡെവലപ്പിംഗ് സ്പേം. രണ്ടാമത്തെ റീസൺ ദേ പ്രൊവൈഡ് ന്യൂട്രിയൻസ്, ABP ഇൻഹിബിൻ എക്സെട്ര. ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലേറ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റീസൺ എക്സ്പ്ലെയിൻസ് അസേർഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്പെർമിയോജെനിസിസ് റെഫേഴ്സ് ടു. സ്പെർമിയോജെനിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. സ്പെർമിയോജെനിസിസ്, ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോഗോണിയ, മിയോസിസ് 1, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു സ്പെർമാറ്റോസൂവ, റിലീസ് ഓഫ് സ്പേം. റിലീസ് ഓഫ് സ്പേം എന്ന് പറയുന്നത് എന്താണ്? സ്പെർമിയേഷൻ ആണ്. ഓക്കെ, റിലീസ് ഓഫ് സ്പേം എന്ന് പറഞ്ഞാൽ സ്പെർമിയേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് നമ്മുടെ സ്പെർമാറ്റോഗോണിയയിൽ നിന്നുണ്ടാക്കി വരുന്ന സ്പേം പിന്നീട് നമ്മുടെ ഈ പറയുന്ന ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും ഇവിടെ നിന്ന് റിലീസ് ആവുന്ന ആ ഒരു പ്രോസസ്സിന് സ്പേം എന്ന് പറയുന്നത് റിലീസ് ഓഫ് സ്പേം ആണ് നമുക്കറിയാം അല്ലേ? ഇനി സ്പെർമാറ്റിഡ്സിനെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ സ്പേംസ് ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിന് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയും അല്ലേ? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ട് സ്പെർമിയേഷനും അല്ല സ്പെർമാറ്റോജെനിസിസും അല്ല. എന്താണ്? സ്പെർമിയോജെനിസിസ്. അതായത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിന്, ഡെവലപ്പിംഗ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ് മച്ചുവർ ആയിട്ടുള്ള സ്പേമായി മാറുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ പറയുന്ന സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ ആവുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്? സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോഗോണിയ occurs by mitosis. Meiosis form secondary spermatocytes. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ആയിരുന്നു. ഓപ്ഷൻ സി ആണ് അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ നോക്കി. oogenesis is discontinuous because. oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമുക്കറിയാം അല്ലേ? എന്തുകൊണ്ടാണ് oogenesis ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ ഫീറ്റസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഈ പറയുന്ന oogenesisൻ്റെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ നടക്കും അല്ലേ? അതിനുശേഷം ഒരു ടെമ്പററി അറസ്റ്റഡ് സ്റ്റേജിലാവുകയും
പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുന്ന എപ്പോഴാണ്? പ്യൂബർട്ടി ആയതിനു ശേഷമാണ് ഓരോ മാസമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പം oogenesis എന്ന് പറയുന്ന ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? മിയോസിസ് 2 കംപ്ലീറ്റ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. മിയോസിസ് 2 എന്ന് പറയുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷമാണോ നടക്കുന്നത്? അത് കറക്റ്റ് ആണ് അല്ലേ? ആണോ? Meiosis 2 completes after fertilization. Oogonia divide throughout life. Primary oocyte form after puberty. LH surge stops meiosis. LH surge ഒരിക്കലും meiosis 1 സ്റ്റോപ്പ് ചെയ്യുന്നില്ല, does not stop ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ meiosis 2 completes only after sperm entry, hence discontinuous എന്ന് പറയാം അല്ലേ. നമ്മുടെ സെക്കൻഡറി oocyte, ഓക്കെ, സെക്കൻഡറി oocyte ഓവമായി മാറുന്ന എപ്പോഴാണ്? നമ്മുടെ സ്പേം ഓവത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡറി oocyteനുള്ളിലേക്ക് കയറിയതിന് ശേഷം മാത്രം, ഫെർട്ടിലൈസിൻ ആന്റി ഫെർട്ടിലൈസിൻ റിയാക്ഷൻ ഒക്കെ നടന്നതിന് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ പറയുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള മിയോസിസ് 2 കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ oogenesis എന്ന് പറയുന്ന ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, oogenesis is discontinuous because oogonia divide throughout life. oogonia throughout ലൈഫിലൊന്നും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നില്ല ഇല്ലേ? ഉണ്ടോ? ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടോ? ഇല്ല. oogonia divide only in fetal life. അതേപോലെ primary oocyte formed before birth എന്ന് പറയുന്നതും ബിഫോർ ബർത്ത്. അതേപോലെ LH surge resumes meiosis 1 എന്ന് പറയുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണോ, അതേപോലെ ട്രിപ്ലോയിഡ് ആണോ, ടെട്രാപ്ലോയിഡ് ആണോ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ? ഹാപ്ലോയിഡ് ആയിരിക്കും. ഇത് ഞാനൊന്ന് ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇതും അതും എല്ലാം കൂടെ കോൺസെൻട്രേഷൻ കിട്ടാതെ വരും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു നോക്കിയേ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഈസ് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ഓർ ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്. ഹാപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണോ? ഇത് ആദ്യം നമ്മുടെ സ്പെർമാറ്റോഗോണിയ സെൽസിന് മൈറ്റോസിസ് സംഭവിച്ച് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയയ്ക്ക്, അത് നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ പോകുമ്പോഴത്തേന് നമുക്ക് ഇനി പറയാനുണ്ട്, അത് അന്നേരം പറയും. ഇപ്പം തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ വായിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി ഈ സ്പെർമാറ്റോജെനിസിന്റെ പ്രോസസ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വീണ്ടും പറയാം. അപ്പം നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോസ് മിയോസിസ് 1. സോ മിയോസിസ് 1-ന് നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 1 നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും? റിഡക്ഷൻ ഡിവിഷൻ ആണ് ഫസ്റ്റ് നടക്കുന്നത് അല്ലേ. റിഡക്ഷൻ ഡിവിഷൻ നടക്കുകയും പിന്നീട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 4 എന്തുണ്ടാവുന്നു? നമ്മുടെ സ്പെർമാറ്റിഡായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ ആയിരിക്കും ഉള്ളത്, ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ് 1. ഹാപ്ലോയിഡ് സ്റ്റേജ് ബിഗിൻസ് ആഫ്റ്റർ മിയോസിസ് 1, ഡിപ്ലോയിഡ് 2n. ഓക്കെ, നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി അക്രോസോമൽ എൻസൈംസ് ഡിറൈവ്ഡ് ഫ്രം. അക്രോസോമൽ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പെർമിന്റെ ഹെഡിൽ വരുന്ന ഭാഗമാണ് അക്രോസോം എന്ന് പറയുന്നത്. ഈ അക്രോസോം എൻസൈംസ് ഡിറൈവ് ചെയ്ത് വരുന്നത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണോ, ലൈസോസോമിൽ നിന്നാണോ, ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണോ, മൈറ്റോകോൺട്രിയയിൽ നിന്നാണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് നമ്മുടെ ഗോൾജി ഫോംസിൽ നിന്നാണ്. അക്രോസോം ഫോം ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ്? ഗോൾജി ഫോംസിൽ നിന്നാണ് അക്രോസോം ഫോം ചെയ്ത് വരുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് പ്രോട്ടീൻ. അതേപോലെ ലൈസോസോംസ് എന്ന് പറയുന്നത് അക്രോസോം റീസംബിൾസ് ലൈസോസോം ബട്ട് ഒറിജിനേറ്റ്സ് ഫ്രം ഗോൾജി കോംപ്ലക്സസ്. ഗോൾജി ഫോംസ് അക്രോസോമൽ വെസിക്കിൾസ്. അതേപോലെ മൈറ്റോകോൺട്രിയ പ്രൊവൈഡ്സ് എനർജി. മൈറ്റോകോൺട്രിയ എന്തായി മാറുന്നില്ല? അക്രോസോമായിട്ട് മാറുന്നില്ല. മൈറ്റോകോൺട്രിയ എനർജി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്രോസോമായിട്ട് മാറുന്നത് ഏതാണ്? നമ്മുടെ ഗോൾജി കോംപ്ലക്സസ് ആണ്, അല്ലെങ്കിൽ ഗോൾജി ഫോംസ് ആണ് അക്രോസോം വെസിക്കിളായിട്ട് മാറുന്നത്. ഇനി സോണ പെലൂസിഡ ലെയർ കമ്പോസ്ഡ് ഓഫ്. സോണ പെലൂസിഡ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓവത്തിന്റെ ഔട്ടർ ലെയറിങ്ങിനെയാണ് സോണ പെലൂസിഡ ലെയർ എന്ന് പറയുന്നത് അല്ലേ. ലിപ്പിഡ്സ്, ഗ്ലൈക്കോ പ്രോട്ടീൻസ്, പ്രോട്ടിയോ ഗ്ലൈക്കൻസ്, കൊളാജൻ. എന്തുകൊണ്ടാണ് നമ്മുടെ സോണ പെലൂസിഡ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ അറൗണ്ട് ദ
ഓവമാണ് ഈ പറയുന്ന സോണ പെലൂസിഡ ലെയർ എന്ന് അല്ലേ. നമ്മുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, സോണ പെലൂസിഡ ലെയറിനെ പറ്റി അല്ലേ. അപ്പൊ സോണ പെലൂസിഡ ലെയർ എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ ആണ്. ബാക്കിയുള്ളതല്ല, ലിപ്പിഡ് അല്ല, മറ്റേ എന്താ നമ്മുടെ പ്രോട്ടിയോഗ്ലൈക്കൻസ് അല്ല, അതേപോലെ കൊളാജനും അല്ല. കൊളാജൻ ഫൗണ്ട് ഇൻ കണക്റ്റീവ് ടിഷ്യൂസിലാണ് കൊളാജൻ കാണുന്നത്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ സോണ പെലൂസിഡ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഇനി അസർഷൻ ടെസ്റ്റോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് അതേപോലെ പ്രൊഡ്യൂസ്ഡ് ബൈ ലേഡിംഗ് സെൽസ് അണ്ടർ LH. ടെസ്റ്റോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനിസിസ്. ടെസ്റ്റോസ്റ്റിറോൺ സ്പെർമാറ്റോജെനിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ലേഡിംഗ് സെൽസ് അണ്ടർ LH. അല്ലെങ്കിൽ LH എന്ന് പറയുന്ന ലൂട്ടനൈസിങ് ഹോർമോൺ വരുന്നത് കൊണ്ട്, അല്ലെ ലൂട്ടനൈസിങ് ഹോർമോണിന്റെ പ്രവർത്തനം മൂലം ലേഡിംഗ് സെൽസിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ആണോ? കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻസ് ഞാൻ ഈ അസർഷൻ ആൻഡ് റീസെന്റ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് കൊടുക്കാൻ മറന്നു. ഇവിടെ കറക്റ്റ് ആൻസർ അപ്പം നമുക്ക് ഓപ്ഷൻ എ ആയിരുന്നു വരുന്നത്. കാരണം എന്താണ്? രണ്ടും ട്രൂ ആണ്. LH സ്റ്റിമുലേറ്റ് ലൈഡിംഗ് സെൽസ്. ലൈഡിംഗ് സെൽസ് LH വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകുന്നു. ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മുടെ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെ സ്പെർമാറ്റോജെനിസിസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് Gubernaculin helps in ovulation, testicular descent, follicle rupture, implementation. Implantation. ഇവിടെ ഇംപ്ലിമെന്റേഷൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഓവുലേഷൻ ഡ്യൂ ടു LH സർജ് വഴിയാണ്. നമ്മളിവിടെ കുറേ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്യൂബർനാക്കുലൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓവുലേഷന് വേണ്ടിയിട്ടാണ്. ഓവുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ LH സർജ്. നമ്മുടെ 14th ഡേ ആകുമ്പോൾ LH ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഗൈഡ്സ് ടെസ്റ്റസ് ഇൻ ടു സ്ക്രോട്ടം. ഓക്കെ, ഈ ഗുബർനാക്കുലം എന്ന് പറയുന്നത് നമ്മുടെ എംബ്രിയോ കഴിഞ്ഞിട്ട് അത് കുഞ്ഞൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റസിനെ ഈ പറഞ്ഞ നമ്മുടെ ബാഗിലേക്ക് സ്ട്രക്ചറിലെ സ്ക്രോട്ടത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നതാണ് ഗുബർനാക്കുലൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗുബർനാക്കുലൻ ഹെൽപ്സ് ഗൈഡ്സ് ടെസ്റ്റസ് ഇൻ ടു സ്ക്രോട്ടത്തിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആ ഒരു പാത്താണ് നമ്മുടെ ഗുബർനാക്കുലൻ എന്ന് പറയുന്ന. ടെസ്റ്റിക്കുലർ ഡിസെൻഡന്റ് ആണ്. ഇതിന് ഫോളിക്കിൾ റപ്ചറിന് സഹായിക്കുന്ന എന്താണ്? LH കൊണ്ടാണ് ഫോളിക്കിൾ റപ്ചർ ഉണ്ടാകുന്നത് അല്ലേ. ഓവുലേഷനെയാണ് നമ്മൾ LH സർജിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോളിക്കിൾ റപ്ചർ ചെയ്യുകയും ഓവുലേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഗുബർനാക്കുലനുമായിട്ട് ഈ പറയുന്ന LH സർജിനോ അല്ലെങ്കിൽ ഫോളിക്കിൾ റപ്ചറിനോ ഒന്നും ഒരു റോളും ഇല്ല. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിലാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് എൻഡോമെട്രിയൽ വാളിൽ അറ്റാച്ച് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഇച്ചിരി സ്പേസ് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം നോക്കിയേ, FSH ഫോളിക്കിൾ മാച്ചുറേഷൻ ഉണ്ട്, അതേപോലെ ലൈഡിംഗ് സെൽസ് ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ LH എന്ന് പറയുന്നത് എന്താണ്? ഫോളിക്കിൾ മാച്ചുറേഷൻ, ലൈഡിംഗ് സെൽസ്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ്, ഇൻഹിബിൻ, ടെസ്റ്റോസ്റ്റിറോൺ. ഏത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ഓപ്ഷൻസ് നമ്മൾ ABCD എന്നുള്ളത് കൊടുത്തിട്ടില്ല, ഓപ്ഷൻസ് ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നത് FSH എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെന്ന് നമുക്കറിയാം അല്ലേ. FSH എന്ന് പറയുന്നത് അപ്പോൾ എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്? ഫോളിക്കിൾ മാച്ചുറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് FSH സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിളിന്റെ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് FSH. സോ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി അടുത്തത് LH എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് മുമ്പ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. LH ലൈഡിംഗ് സെല്ലിൽ വന്ന് ആക്ട് ചെയ്യുകയും അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് LH എന്ന് പറയുന്നത്. അതേപോലെ LH ഫീമെയിൽസ് ആണെങ്കിൽ ഓവുലേഷന് സഹായിക്കുന്നു. അപ്പൊ ലൈഡിംഗ് സെൽസ് എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ അതേപോലെ തന്നെ LH ഓവുലേഷനും സഹായിക്കുന്നുണ്ട് ഫീമെയിൽസ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ LH സ്റ്റിമുലേറ്റ് ലൈഡിംഗ് സെൽസ് ടു പ്രൊഡ്യൂസ്
ടെസ്റ്റോസ്റ്റിറോൺ. ഇനി അടുത്തത് ഇൻഹിബിൻ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇൻഹിബിൻ സപ്രസ് FSH സെക്രീഷൻ. FSH സെക്രീഷനെ സപ്രസ് ചെയ്യുന്ന ആളാണ് ഇൻഹിബിൻ എന്ന് പറഞ്ഞത്. ശരിക്കും ഈ ഇൻഹിബിൻ നമ്മുടെ സിലബസിൽ നമ്മൾ വലുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാമെങ്കിൽ ഇൻഹിബിനെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിലിലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. റെസ്പോൺസിബിൾ ഫോർ ബിയേർഡ്, ഡീപ്പ് വോയിസ്, അതേപോലെ മസിൽ മാസ്, അതർ കോമ്പിനേഷൻസ് ഇവിടെ ബാക്കിയുള്ള കോമ്പിനേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ ആവശ്യമില്ല. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ സഹായിക്കുന്ന ഹോർമോണാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കി, കപ്പാസിറ്റേഷൻ ഓഫ് സ്പേം ഒക്കേഴ്സ് ഇൻ. കപ്പാസിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? എപ്പിഡിഡൈമിസ്, ടെസ്റ്റിസ്, ഫീമെയിൽ ട്രാക്ട്, മാസ് ഡിഫറൻസ്. ഈ ക്വസ്റ്റ്യൻ ഒരു പൊട്ട ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? ഫീമെയിൽ ട്രാക്റ്റിൽ തന്നെയാണ് നടക്കുന്നത്. എപ്പിഡിഡൈമിസിൽ മെച്ചുറേഷൻ ആണ് നടക്കുന്നത് ഇല്ലേ? എപ്പിഡിഡൈമിസിൽ വന്നിട്ടാണ് ടെമ്പററി സ്റ്റോറിങ് നടക്കുന്നത്. സോ ഇനി അടുത്ത ടെസ്റ്റിസ് എന്ന് പറയുന്നത് സ്പേം ഫോർമേഷൻ ആണ് ടെസ്റ്റിസിൽ നടക്കുന്നത്. കപ്പാസിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ബിഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് തൊട്ട് മുമ്പ് നടക്കുന്ന പ്രോസസ്സാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പേമിന്റെ ട്രാൻസ്പോർട്ട്, നമ്മുടെ സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ ഉണ്ടായതിനു ശേഷം ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ്. ഇനി അടുത്തത് പോളാർ ബോഡീസ് ആർ ഫോംഡ് ടു increase cytoplasm, maintain diploidy, conserve cytoplasm in ovum, aid fertilization. അപ്പോൾ പോളാർ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോളാർ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊഗോണിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി യൂസൈറ്റ് ഒക്കെ മിയോസിസ് നടന്നു കഴിയുമ്പോൾ ഒരു സെക്കൻഡറി യൂസൈറ്റും പിന്നെ ഒരു പോളാർ ബോഡി ഉണ്ടാവും അല്ലേ? ഈ സെക്കൻഡറി യൂസൈറ്റ് പിന്നെയും മിയോസിസിന്റെ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോളാർ ബോഡിയും ഓവവുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? ഇനി പോളാർ ബോഡീസ് ആർ ഫോംഡ് ടു cytoplasm is reduced in polar bodies. Cytoplasm reduced ആയിരിക്കും. They ensure haploidy, not diploidy അല്ല എൻഷുർ ചെയ്യുന്നത്. cytoplasm is retained in ovum. polar bodies remove extra chromosome-നെ കളയുന്ന ആൾക്കാരാണ് നമ്മുടെ പോളാർ ബോഡീസ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം എവിടെയായിരിക്കും ഉണ്ടാവുക? ഓവത്തിനകത്താണ് ഉണ്ടാവുക അല്ലേ? നമുക്കറിയാം നമ്മുടെ പ്രൈമറി പ്രൈമറി ഓവൻ തന്നെ, അല്ലെങ്കിൽ ഊഗോണിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഊഗോണിയ വീണ്ടും പ്രൈമറി ഊസൈറ്റും ഊഗോണിയ എന്ത് ചെയ്യുന്നു? പ്രൈമറി ഊസൈറ്റും പോളാർ ബോഡീസുമായിട്ട് മാറുന്നു. പിന്നെ ഈ പ്രൈമറി യൂസൈറ്റ് വീണ്ടും സെക്കൻഡറി യൂസൈറ്റും പോളാർ ബോഡിയും പിന്നെ നമ്മുടെ ഓവവും പോളാർ ബോഡിയൊക്കെ ആയി മാറുന്നു. പോളാർ ബോഡി നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ? പോളാർ ബോഡി എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ഒന്നും റീറ്റെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഞാനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ബാക്കി പറയാതിരുന്ന നിങ്ങൾക്ക് ഞാൻ വെറുതെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മൾ ആ oogenesis spermatogenesis എന്തായാലും പോകുന്ന പോക്കി പറയും. അപ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ആ കൺഫ്യൂഷൻ ആക്കി ഞാൻ അവിടെ തന്നെ വിട്ടു കേട്ടോ. നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മുടെ സെക്കൻഡറി യൂസൈറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പോളാർ ബോഡീസ് ഉണ്ടാകുന്നത്, സെക്കൻഡറി യൂസൈറ്റ് പിന്നീട് ഓവമായിട്ട് മാറുന്ന സമയത്തും പോളാർ ബോഡീസ് ഉണ്ടാകുന്നില്ല. അത് ചെറിയ സൈസാണുള്ളത്. അതിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള ഈ ഇപ്പം നമ്മുടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമോസോമിനെ ഹാപ്ലോയിഡ് ആക്കി മാറ്റുന്ന എക്സ്ട്രാ ക്രോമോസോമിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിനകത്ത് ബൾക്കായിട്ടുള്ള സൈറ്റോപ്ലാസം ഇല്ല, വളരെ ലിറ്റിൽ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം മാത്രമാണുള്ളത്. സൈറ്റോപ്ലാസം ഓവത്തിൽ റീറ്റെയിൻ ചെയ്യുകയും പോളാർ ബോഡീസ് റിമൂവ് എക്സ്ട്രാ സൈറ്റോപ്ലാസം. പിന്നെ അതേപോലെ എയ്ഡ് ഫെർട്ടിലൈസേഷന് പോളാർ ബോഡീസ് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നെക്സ്റ്റ്, ഗ്രാഫിയൻ ഫോളിക്കിൾ പ്രസന്റ് ഡ്യൂറിങ്. ഗ്രാഫിയൻ ഫോളിക്കിൾസ് എപ്പോഴാണ് വരുന്നത്? ഇവിടെ നോക്കിയേ, ലൂട്ടിയൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, മെൻസ്ട്രൽ ഫേസ്, അതേപോലെ പ്രഗ്നൻസി ഫേസിലാണോ ഗ്രാഫിയൻ ഫോളിക്കിൾസ് വരുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾസ് അതോ മെൻസ്ട്രൽ ഫേസിലാണോ, ഫോളിക്കുലാർ ഫേസിലാണോ, ലൂട്ടിയൽ ഫേസിലാണോ? ഏത് ഫേസിൽ വരും? നമ്മുടെ മച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾ, അല്ലെങ്കിൽ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഫോളിക്കുലാർ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയം ആണ് ഉള്ളത് അല്ലേ? കോർപ്പസ് ലൂട്ടിയം ആണ് ലൂട്ടിയൽ ഫേസിൽ വരുന്നത്. അതേപോലെ മച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ഇൻറ്റു
ഫോളിക്കുലാർ ഫേസിലാണ് മച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിള് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലേ. നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, അതേപോലെ ഫോളിക്കിൾസ് ആയിട്ട് മാറിയതിന് ശേഷം ഇതിന് പുറമെ ഒരു ലെയർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിളൊക്കെ വരുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി മെൻസ്ട്രൽ ഫേസ് ഇൻവോൾവ്സ് ഷെഡിങ് ആണ് വരുന്നത്. അവിടെ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഒന്നും വരുന്നില്ല. ഓവുലേഷൻ സ്റ്റോപ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ ഈ ഓവുലേഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹൈമൻ ഈസ് ഡെറൈവ്ഡ് ഫ്രം. ഹൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഫസ്റ്റ് കോൾറ്റസിന്റെ സമയത്തൊക്കെ പൊട്ടുമെന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഹൈമൻ എന്ന് പറയുന്നത്. എൻഡോഡേം ആണോ, മീസോഡേം ആണോ, എക്ടോഡേം ആണോ, യൂറിനോ ജെനിറ്റൽ സൈനസിൽ നിന്നാണോ ഹൈമൻ ഉണ്ടാകുന്നത്. ഹൈമൻ ഈസ് ഡെവലപ്ഡ് ഫ്രം എംബ്രിയോളജിക്കൽ ഒറിജിൻ. ഓക്കെ, അതായത് യൂറിനോ ജെനിറ്റൽ സൈനസിൽ നിന്നാണ് ഹൈമൻ ഉണ്ടായി വരുന്നത്. ഹൈമൻ ഡെവലപ്ഡ് ഫ്രം സൈനോ വജൈനൽ ബൾബ്സ് ഓഫ് യൂറിനോ ജെനിറ്റൽ സൈനസ്. ഓക്കെ, യൂറിനോ ജെനൈറ്റൽ സൈനസിലെ സൈനോ വജൈനൽ ബൾബ്സിൽ നിന്നാണ് ഹൈമൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എൻഡോഡേം ഫോംസ് ഗട്ട് ലൈനിങ്, അതേപോലെ മീസോഡേം ഫോംസ് മസിൽ, എക്ടോഡേം ഫോംസ് സ്കിൻ. ഓക്കെ, അപ്പൊ ഇതും ശരിക്കും നമ്മുടെ സിലബസിൽ വലുതായിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്. ഇനി അടുത്ത അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. LH സെർച്ച് പ്രൊസീഡ്സ് ഓവുലേഷൻ ബൈ 24 to 36 preceders ആണ് കേട്ടോ. LH preceders ovulation by 24 to 36 hours. Estrogen exert positive feedback before ovulation. എക്സ്പ്ലനേഷൻ നോക്കിയേ, റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ, റൈസിങ് ഈസ്ട്രജൻ കോസസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, LH സർജ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് ഓവുലേഷൻ ഉണ്ടാകുന്നു. അപ്പം 2 ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രൂ ആണ്. നമ്മുടെ 6 നമ്മുടെ റീസൺ നമ്മുടെ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അല്ല ഇവിടെ തന്നെ നോക്കാം അല്ലേ. റൈസിങ് ഈസ്ട്രജൻ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് LH സർജ് ഉണ്ടാകുന്നു, ഓവുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോപ്പസ് ലൂട്ടിയം മെയിൻലി സെക്രേറ്റ്. കോപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ നടന്നിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിള് പിന്നീട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കോപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് അല്ലേ. ഈ കോപ്പസ് ലൂട്ടിയം ആണ് നമ്മുടെ ഏത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്, പ്രൊജസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോപ്പസ് ലൂട്ടിയം ആണെന്ന് നമുക്കറിയാം അല്ലേ. ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ, FSH, HCG. ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്ന ഏതാണ്, ഗ്രോയിങ് ആയിട്ടുള്ള ഫോളിക്കിൾസ് അല്ലേ. ഗ്രോയിങ് ഫോളിക്കിൾസ് ആണ് ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോപ്പസ് ലൂട്ടിയം ഗ്രാഫിയൻ ഫോളിക്കിൾ കൺവേർട്ട് ചെയ്ത് വരുന്ന കോപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്. FSH ഉം HCG-യും ഒക്കെ എവിടുന്ന്, FSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. അതേപോലെ HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ മാത്രമുള്ളതാണ്. ഓക്കെ, ഫ്രം ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ വരുന്ന, FSH പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്നു. ഇനി അടുത്തത് എപ്പിഡിഡൈമസ് ഫങ്ഷൻ ഇൻ. എപ്പിഡിഡൈമസ് എവിടെ കാണുന്നതാണ്, ഇത് നമ്മുടെ ടെസ്റ്റിക്കുലാർ, ഇത് നമ്മുടെ ടെസ്റ്റിസിനുള്ളിൽ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, റെക്ടി ടെസ്റ്റിസ്, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഒക്കെ വന്നിട്ട് ഇവിടെ വരുന്ന സ്ട്രക്ചറാണ് നമ്മുടെ എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത്. ഏകദേശം ഇത് ഞാൻ വരച്ചത് മൊത്തത്തിൽ കുളവായി പോയി. ഇവിടെ വരുന്ന ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ വാസ് ഡിഫറൻസ് പോകുന്നത്. ഇനി ഹോർമോൺ പ്രൊഡക്ഷൻ, മച്ചുറേഷൻ ഓഫ് സ്പേം, മിയോസിസ്, ഫെർട്ടിലൈസേഷൻ. എപ്പിഡിഡൈമിസ് മച്ചുറേഷൻ ഓഫ് സ്പേം ആണ് ഇവിടെ ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്നത്. ശരിക്കും മച്ചുറേഷൻ ഓഫ് സ്പേം നടക്കുന്നത് ഈ പറയുന്ന സെർട്ടോളി സെൽസിനുള്ളിൽ ഹെഡ് എംബഡഡ് ആക്കി വെച്ച് സ്പേം ആയതിനു ശേഷം ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മച്ചുറേഷൻ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എപ്പിഡിഡൈമിസിൽ ടെമ്പററി സ്റ്റോറേജ് നടക്കുന്ന സമയത്തും മച്ചുറേഷൻ ഓഫ് സ്പേം നടക്കുന്നുണ്ട്. ബാക്കി ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറമേ ആയിട്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഔട്ട്സൈഡ് ആയിട്ട് കാണപ്പെടുന്ന, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഒന്നുമില്ല, വെറുതെ ഇതാക്കണ്ട. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഏത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണെങ്കിൽ അവിടെ കാണുന്ന ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിംഗ് സെൽസ് ആണ്
എന്ത് ചെയ്യുന്നത്, ഹോർമോൺ പ്രൊഡക്ഷന് സഹായിക്കുന്നത്. അതേപോലെ മിയോസിസിന് നമ്മുടെ എപ്പിഡൈമിസ് ഒന്നും സഹായിക്കുന്നില്ല. അതേപോലെ ഫെർട്ടിലൈസേഷനും സഹായിക്കുന്നത് എപ്പിഡൈമിസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ, ലേഡിംഗ് സെൽസ് പ്രൊഡ്യൂസ് ഹോർമോൺ, സ്പെർം ഗെയിൻ മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് എബിലിറ്റി കിട്ടുന്നത് എവിടെയാണ്, എപ്പിഡൈമിസിലാണ്. സ്പെർമിന് മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിങ് എബിലിറ്റിയും കിട്ടുന്നത് എപ്പിഡൈമിസിലാണ്. മിയോസിസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ് നടക്കുന്ന, ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലാണ് നടക്കുന്നത്. ഇനി പെരിമെട്രിയം എന്ന് പറയുന്നത് എന്താണ്? പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂട്രസിന്റെ വാൾസ് ആണ് അല്ലേ. ഇന്നർ യൂട്രൈൻ ലെയർ, മിഡിൽ മസ്കുലാർ ലെയർ, ഔട്ടർ സെറോസൽ ലെയർ, പ്ലാസെന്റൽ ടിഷ്യൂസ്. എന്താണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്? നമ്മുടെ ഔട്ടർ സെറോസൽ ലെയർ ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, യൂട്രസിന്റെ ലെയേഴ്സ് ആണ്. എൻഡോമെട്രിയം എന്ന് പറയുന്നതാണ് ഇന്നർ ലെയർ. അവിടെയാണ് എന്ത് നടക്കുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. മയോമെട്രിയം എന്ന് പറയുന്ന മിഡിൽ ലെയർ ആണ്. ഇനി പെരിമെട്രിയം എന്ന് പറയുന്നതാണ് യൂട്രസിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. ഇനി ഊഗോണിയ മൾട്ടിപ്ലൈസ് ഡ്യൂറിങ്, ഊഗോണിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്യൂബർട്ടി, ഫീറ്റൽ ലൈഫ്, മെനോപോസ്, പ്രഗ്നൻസി. പ്രഗ്നൻസി നമുക്ക് വെട്ടിക്കളയാം അല്ലേ. ഊഗോണിയ ആ സമയത്ത് മച്ചുറേഷൻ നടന്നിട്ട് കാര്യമില്ല. ഊഗോണിയ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ഓവമായെങ്കിൽ മാത്രമേ ഓവമായി അതിനുശേഷം ഓവമാകണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം അല്ലേ, പ്രഗ്നൻസി വരുന്നത്. മെനോപോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ആവുന്നതാണ് അല്ലേ. പ്യൂബർട്ടി ആയി കഴിയുമ്പോഴത്തേന്, പ്യൂബർട്ടി ആവുന്നതിന് മുമ്പേ എന്ത് ചെയ്യും, ഊഗോണിയ ഊഗോണിയക്ക് ഡിവിഷൻ നടന്ന് അത് ഫസ്റ്റ് മിയോട്ടിക് സ്റ്റേജിൽ ടെമ്പററി അറസ്റ്റ് ആവുക. അതിൻ്റെ ഫസ്റ്റ് മിയോട്ടിക് സ്റ്റേജിൽ, ഡിപ്ലോട്ടിക് സ്റ്റേജിൽ ടെമ്പററി അറസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പ്യൂബർട്ടി ആവുന്നതിന് മുമ്പാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ലൈഫിലാണ് ഊഗോണിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത്, ഫെർട്ടിലൈസേഷൻ റീസ്റ്റോഴ്സ് ഹാപ്ലോയിഡി, ഡിപ്ലോയിഡി, ട്രിപ്ലോയിഡി, പോളിപ്ലോയിഡി. ഫെർട്ടിലൈസേഷൻ എന്ത് ചെയ്യും, ഡിപ്ലോയിഡി റീസ്റ്റോർ ചെയ്യും അല്ലേ. നമ്മുടെ സ്പേം ആണെങ്കിലും ഓവം ആണെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നത് പിന്നീട് ഓവവും എഗ്ഗും ഓവവും സ്പേമും തമ്മിൽ ചേർന്നിട്ട് എന്തായി മാറും, ഡിപ്ലോയിഡ് കണ്ടീഷനിലായി മാറും. സോ ഫെർട്ടിലൈസേഷൻ റീസ്റ്റോഴ്സ് ഡിപ്ലോയിഡി. കറക്റ്റ് ആൻസർ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. അക്രോസോമൽ റിയാക്ഷൻ റിലീസസ്. അക്രോസോമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സ്പേമിന്റെ ഹെഡ് ഇത്തിരി വലുതായിപ്പെട്ടോ, സ്പേമിന്റെ ഹെഡിന്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷനെയാണ് അക്രോസോം എന്ന് പറയുന്നത്. ഈ അക്രോസോം വെച്ചിട്ടാണ് എഗ്ഗിനെ പെനിട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ അക്രോസോമൽ റിയാക്ഷന്റെ ഫലമായിട്ട് പ്രൊജസ്റ്റിറോൺ ആണോ, ഹയാലുറോണേസ് ആണോ, LH ആണോ, ഈസ്ട്രജൻ ആണോ സെക്രീറ്റ് ചെയ്യുന്നത്? നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും നല്ല പരിചയമുണ്ട് അല്ലേ. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഹോർമോൺ ആണ്. LH എന്ന് പറയുന്ന ഓവുലേഷൻ ആൻറ്റി ഫീമെയിൽസ് സഹായിക്കുന്നു. മെയിൽസിലാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ഈസ്ട്രജൻ ആണ് ഗ്രോയിങ് ഫോളിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഹയാലുറോണേസ് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അല്ലെ തന്നെ നമുക്ക് അറിയാവുന്ന കേസും കൂടിയാണ്. ഇനി ഹയാലുറോണേസിന്റെ പ്രത്യേകത, എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് കൊറോണ റേഡിയേറ്റ് ആൻഡ് സോണ പെലൂസിഡ ലെയർ. ഏതാണ്, നമ്മുടെ ഓവം ആണെങ്കിൽ ഓവത്തിന്റെ പുറമേയുള്ള ഒരു ലെയർ ഉണ്ട്, സോണ പെലൂസിഡ ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെയും പുറമേ കാണുന്ന ഒരു ലെയർ ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൊറോണ റേഡിയേറ്റയും സോണ പെലൂസിഡയും ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ഹയാലുറോണിഡേസ് എന്ന് പറയുന്നത്. ആ ഹയാലുറോണിഡേസ് ആണ് അക്രോസോമൽ റിയാക്ഷന് സഹായിക്കുന്നത്. ഇനി അടുത്തത്, കോർട്ടിക്കൽ റിയാക്ഷൻസ് പ്രിവെൻസ് ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ, പോളിസ്പെർമി ആൻഡ് കപ്പാസിറ്റേഷൻ. എന്തിനാണ് പോളിസ്പെർമിയെ പ്രിവെന്റ് ചെയ്യുന്നതാണ് കോർട്ടിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓവുലേഷനും ഇതുമായിട്ടൊരു ബന്ധമില്ല. ഫെർട്ടിലൈസേഷനൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, ഫെർട്ടിലൈസേഷൻ്റെ സമയത്താണ് ഈ പറയുന്ന കോർട്ടിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന്റെ ലെയറിൽ
ബേബി അല്ലെ ഫീറ്റസിനെ അറ്റാച്ച് ചെയ്യുന്നതിനാണ് പോളിസ്പെർമിക്. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് മോഡിഫൈ സോണ പെലൂസിഡ ലെയർ പ്രിവെന്റ് എൻട്രി ഓഫ് അഡീഷണൽ സ്പേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോർട്ടിക്കൽ റിയാക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്ന എന്താണ്? പോളിസ്പെർമിയെ പ്രിവെന്റ് ചെയ്യാനാണ് കോർട്ടിക്കൽ റിയാക്ഷൻസ്. നമുക്കറിയാം ഈ പറയുന്ന ഒരു ലെയർ ഇങ്ങനെ ഉണ്ട്, ആ ലെയർ അവിടെ നിന്ന് മാറി ഇവിടെ ഇങ്ങനെ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ആ പോർഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇനി കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിഫോർ ഫെർട്ടിലൈസേഷൻ ഇൻ ഫീമെയിൽ ട്രാക്റ്റിൽ നടക്കുന്ന പ്രോസസ്സാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മോർല സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സൈഗോട്ട് ഉണ്ടാകുന്നു, സൈഗോട്ടിന് ഡിവിഷൻ നടന്ന് 4 സെൽഡ് സ്റ്റേജ് ആയി, 8 സെൽഡ് ആയി, 16 സെൽഡ് മോർല സ്റ്റേജ് വരുന്നു, അത് കഴിഞ്ഞ് ബ്ലാസ്റ്റുല സ്റ്റേജ് വരുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഇന്നർ സെൽമാസ്റ്റ് ആൻഡ് ട്രോഫോബ്ലാസ്റ്റ്. മോറുല എന്ന് പറയുന്ന അവിടെ ഒട്ടും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇതേയല്ല, അതിന് മുമ്പുള്ള സ്റ്റേജാണ് ലെഗാസ്റ്റുല, ന്യൂറില. അപ്പൊ എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, ഇന്നർ സെൽമാസും ട്രോഫോബ്ലാസ്റ്റുമായിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റ് മാറുന്നില്ല. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, എനിക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാൻ അങ്ങ് വരയ്ക്കട്ടാ. ഇങ്ങനെ ഒരു ലെയർ, പുറമെ ഒരു ലെയർ ഓഫ് ടിഷ്യൂസ് വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഇന്നർ സെൽമാസ് എന്ന് പറഞ്ഞ ഒരു ലെയറും വരുന്നുണ്ട്. ഇന്നർ സെൽമാസ് ഫീറ്റസായി മാറുന്നു, ട്രോഫോബ്ലാസ്റ്റ് എൻഡോമെട്രിയവുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, ബ്ലാസ്റ്റോസിസ്റ്റ് ഹാസ് ഇന്നർ സെൽമാസ് എംബ്രിയോ ആയി മാറുന്നു, ട്രോഫോബ്ലാസ്റ്റ് പ്ലാസന്റ ആയിട്ട് മാറുന്നു. മോർല എന്ന് പറയുന്ന ഏർലിയർ സോളിഡ് സ്റ്റേജ് ആണ്. ഗ്യാസ്ട്രുലേഷൻ ഫോംസ് ജേം ലെയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്നത്. ന്യൂറില ഫോംസ് ന്യൂറൽ ട്യൂബ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ് ഇൻ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന മയോമെട്രിയം, എൻഡോമെട്രിയം, പെരിമെട്രിയം, പെരിമെട്രിയം അല്ല, സെർവിക്സ്, വജൈന. സെർവിക്സും വജൈനയും നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കാം അല്ലേ. ഇംപ്ലാന്റേഷൻ എന്തായാലും യൂട്രസിലേ നടക്കത്തുള്ളൂ, യൂട്രസിന്റെ ഏതെങ്കിലും ലെയർ ആയിരിക്കണം. അപ്പൊ ഏത് ലെയർ ആണ്? എൻഡോമെട്രിയം ലെയർ ആണ് കറക്റ്റ് ആയിട്ട് വരിക, കാരണം മയോമെട്രിയം എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണ്. ഓക്കെ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി HCG മെയിൻറ്റെയിൻ, HCG എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ, കോപ്പസ് ല്യൂട്ടിയം, ഓവുലേഷൻ, സ്പെർമാറ്റോജെനിസിസ്. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ കോപ്പസ് ല്യൂട്ടിയത്തിനെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? ആണല്ലോ, കാരണം വേറെ ആരെയും നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം ഫോളിക്കിൾ ഡീജനറേറ്റ്സ് ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷന് ശേഷം ആ ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്തു പോകും. ഫോളിക്കിൾസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്ന ആ ഗ്രാഫിയൻ ഫോളിക്കിൾ കോപ്പസ് ലൂട്ടിയമായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ അവിടെ ഒട്ടും സ്യൂട്ടല്ല, സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നു അവിടെ സ്യൂട്ട് ആവത്തില്ല. HCG എന്ന് പറയുന്ന പ്രഗ്നൻസി ടൈമിൽ മാത്രം ഉണ്ടാക്കുന്ന ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോമോൺ ആണ് അല്ലേ. അപ്പോൾ ഈ HCG ട്രോഫോബ്ലാസ്റ്റിൽ നിന്നുണ്ടാകുന്നു. കീപ്സ് കോപ്പസ് ലൂട്ടിയം ആക്റ്റീവ് ഡ്യൂറിങ് ഏർലി പ്രഗ്നൻസി. ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ പ്രൊജസ്റ്ററോണിന്റെ സെക്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ കോപ്പസ് ലൂട്ടിയം ആക്റ്റീവാക്കി നിൽക്കുന്നത് ആരാണ്? HCG ആണ്. ഓക്കെ, ഇനി അടുത്തത് ആംനിയോൺ കണ്ടെയ്ൻസ്. ആംനിയോണിൽ എന്താണുള്ളത്? കണ്ടെയ്ൻസ് ബ്ലഡ്, ലിംഫ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, ഹോർമോൺസ്. അവിടെ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. ആംനിയോണില് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ് കാണുന്നത്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ നോട്ട് പ്രൈമറി കണ്ടന്റ്, ലിംഫും കറക്റ്റ് ആയിട്ട് വരത്തില്ല. പ്രൊട്ടക്ട്സ് എംബ്രിയോ, കുഷ്യൻസ് അഗെയിൻസ്റ്റ് സ്റ്റോക്ക്. നമ്മുടെ എംബ്രിയോയെ ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ലെയറാണ് ആംനിയോൺ എന്ന് പറയുന്നത്. അതിനകത്താണ് ആംനിയോട്ടിക് ഫ്ലൂയിഡിനുള്ളിലാണ് ബേബി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്ലാസന്റ ഈസ് മറ്റേണൽ ടിഷ്യൂ ഓൺലി, ഫീറ്റൽ ടിഷ്യൂ ഓൺലി, ടെമ്പററി ഓർഗൻ ഓഫ് എക്സ്ചേഞ്ച്, പെർമനന്റ് ഗ്ലാൻഡ്. എന്താണ് ടെമ്പററി ഓർഗൻ ഓഫ് എക്സ്ചേഞ്ച് ആണ് നമുക്ക് അറിയാം അല്ലേ. അവിടെ പ്ലാസന്റ എന്ന് പറയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ടിഷ്യൂസ് ചേർന്ന് ഇന്റർഡിജിറ്റേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസന്റ എന്ന് പറയുന്നത്. ബോത്ത് മറ്റേണൽ ആൻഡ് ഫീറ്റൽ കമ്പോണൻസ് ഉണ്ട്. പ്യൂർലി ഫീറ്റൽ അല്ല, ടെമ്പററി ഓർഗൻ ഫോർ ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉള്ള ആ ഒരു ഇന്റർഡിജിറ്റേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലാസന്റ എന്ന് പറയുന്നത് അല്ലേ. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഇനി അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ്ട്രുലേഷൻ ഫോംസ് 3 germ layers.
കറക്റ്റ് ആണല്ലേ? ഗ്യാസ്ട്രുലേഷൻ എന്തുണ്ടാക്കുന്നുണ്ട്? 3 germ layers ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഫോളോസ് ക്ലീവേജ് ആൻഡ് ബ്ലാസ്റ്റുലേഷൻ ആൻഡ് ക്ലീവേജിനെ ഇത് ഫോളോ ചെയ്ത് വരുന്നു. എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രുലേഷന്റെ ഭാഗമായിട്ട് എക്ടോഡേം, മീസോഡേം ആൻഡ് എൻഡോഡേം ഉണ്ടാകുന്നുണ്ട്. 3 germinal layers ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ക്ലീവേജ്. ഓക്കെ, അപ്പോൾ it occurs after cleavage, morula and blastula. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇറ്റ് ഫോളോസ് ക്ലീവേജ് ആൻഡ് ബ്ലാസ്റ്റുലേഷന് ശേഷമാണ് ഈ പറയുന്ന ഗ്യാസ്ട്രുലേഷൻ സ്റ്റേജ് വരുന്നത്. സോ ഇറ്റ് occurs after cleavage, morula and blastula എന്ന് പറയുന്ന കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ഡെവലപ്മെന്റൽ സീക്വൻസ്.